നിങ്ങളുടെ പ്രായം എത്രയാണെങ്കിലും ഈ ഒരു ഹെയർ ഡേ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ നരച്ച മുടിയെല്ലാം നല്ല കട്ട കറുപ്പായിട്ട് തന്നെ കിട്ടുന്നതാണ്. നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം ഈ ഒരു ഹെയർ ഡേ ചെയ്താൽ മതി. 60-70 വയസ്സിലും നമ്മുടെ നരച്ച മുടിയെല്ലാം കട്ട കറുപ്പാക്കാം. അതേപോലെ നമ്മുടെ മുടിയെല്ലാം നല്ല ആരോഗ്യത്തോടെ വളരുകയും ചെയ്യുന്നതാണ്. നമുക്ക് നല്ല നീളത്തിലുള്ള നല്ല കറുപ്പിലും ഉള്ളോടുകൂടിയുള്ള മുടി വേണമെങ്കിൽ എല്ലാ കെമിക്കൽ ഡൈകളും ഒഴിവാക്കിയിട്ട് ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ ഒരു രീതിയിലുള്ള ഹെയർ ഡേ ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാട്ടോ. അപ്പോൾ ആദ്യം തന്നെ മെയിൻ ആയിട്ടും നമുക്ക് വേണ്ടത് ചെമ്പരത്തിയിലയാണ്. ഇതിൽ ആന്റി ഓക്സിഡൻസ്, അമിനോ ആസിഡ്സ് എല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ മുടി വളരുവാനായിട്ടും അകാല നര തടയുവാനായിട്ടും ഇത് സഹായിക്കുന്നതാണ്. പണ്ട് കാലങ്ങളിലുള്ളവര് ചെമ്പരത്തിയില കൊണ്ടുള്ള താളിയാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മുടി നരയ്ക്കുന്നതും വളരെ കുറവായിരുന്നു. ഇനി നമ്മുടെ ഡൈയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂണോളം കാപ്പിപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം തന്നെ തേയിലപ്പൊടിയും ചേർക്കാം. ഈ 2 പൗഡറുകളും നല്ല ബ്രാൻഡിന്റെ തന്നെ നമ്മൾ എടുക്കണം. അതിനുശേഷം കുറച്ച് തുളസിയില ഇട്ട് കൊടുക്കാം. നമ്മൾ ഡൈ ചെയ്യുന്ന സമയത്ത് നീരിറക്കം, ജലദോഷം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുളസിയില ചേർക്കുന്നത്. തുളസിയിലയ്ക്ക് പകരം നമുക്ക് പനിക്കൂർക്കയില ചേർക്കാവുന്നതാണ്. എന്നിട്ട് നല്ലതുപോലെ ഈ ഒരു വെള്ളം തിളപ്പിച്ച് നമ്മൾ എടുത്ത 1 ഗ്ലാസ് വെള്ളം എന്നത് 3/4 ഗ്ലാസ് വെള്ളമായിട്ട് വറ്റി വരണം. അതുവരെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള, അതും വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പൊ വെള്ളമെല്ലാം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ തണുത്ത് വന്നതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. നമുക്ക് 1/2 ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഹെയർ ഡൈ തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് ഒരു ഹെയർ ടോണർ ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ചെമ്പരത്തിയില ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം ഹെയർ ഡൈ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ അളവിലും നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. എന്നിട്ട് പകുതി ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം. നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താരൻ, അതുമൂലമുള്ള ചൊറിച്ചില് അതെല്ലാം ഒഴിവാക്കാനായിട്ടും നമ്മുടെ ഹെയർ ഡേക്ക് കുറച്ചും കൂടി ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേയില വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് നല്ല സ്മൂത്ത് ആയിട്ടാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി തേയില വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഇരുമ്പിന്റെ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി തേയില വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് ഒരു പൗഡർ ചേർത്ത് കൊടുക്കണം. അതായത് 1 ടേബിൾ സ്പൂണോളം മൈലാഞ്ചിപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല ബ്രാൻഡിന്റെ, അധികം കെമിക്കൽ ചേർക്കാത്ത മൈലാഞ്ചിപ്പൊടി തന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കണം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ച് ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. പലരും പല രീതിയിലാണ് ഹെയർ ഡൈ തയ്യാറാക്കുന്നത്. എന്നാൽ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് നമ്മുടെ മുടി കറുപ്പിക്കാൻ മാത്രമല്ല, മുടി നല്ലതുപോലെ വളരുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല ഡാർക്ക് കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് 4 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോഴാണ് ഈ ഒരു ഹെയർ ഡേയുടെ കളറ് റിലീസ് ആവുള്ളൂ. അപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഹെയർ ഡേ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഒട്ടും തന്നെ എണ്ണമയമില്ലാത്ത ഷാമ്പു വാഷ് ചെയ്ത് ഡ്രൈ ആയിട്ടുള്ള മുടിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് സാധാ വെള്ളത്തിൽ കഴുകാവുന്നതാണ്. ഷാമ്പുവോ താളിയോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് 2 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ മുടി കഴുകേണ്ടത്. അപ്പോൾ ഈ ഒരു ഹെയർ ഡേ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.